ഹലോ ഡിയേഴ്സ്, നിങ്ങൾ കീം എക്സാം എഴുതാൻ പോകുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി എക്സാം ഹാളിലോട്ട് എത്തുന്നത് മുതൽ, അതായത് ആ ഒരു ഗേറ്റ് കടക്കുന്നത് മുതൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ടെസ്റ്റ്, നിങ്ങൾ എങ്ങനെയാണ് ആൻസർ മാർക്ക് ചെയ്യേണ്ടത്, ഓപ്ഷൻ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പിറകിലുള്ള ക്വസ്റ്റ്യനിലോട്ട് എങ്ങനെ പോകാൻ സാധിക്കും, അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. അതും നിങ്ങളുടെ പ്രോസ്പെക്ടസിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പേടി പകുതി അങ്ങ് മാറിക്കിട്ടും. കാരണം പലർക്കും ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഴുതിയ ഒരു ശീലം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്താതിരിക്കാനോ ഒക്കെ മാത്രമല്ല ഇപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു പേടി പകുതി പോയി കിട്ടും. അപ്പൊ ബാക്കി നിങ്ങൾക്ക് വലിയ കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് എക്സാം ഹാളിലോട്ട് പോകാൻ പറ്റും, എക്സാം എങ്ങനെയായിരിക്കും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന രീതിയിൽ പ്രോസ്പെക്ടസിലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. സോ നമുക്ക് അതിലോട്ട് കടക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഹാൾ ടിക്കറ്റ് അഡ്മിറ്റ് കാർഡ് ലഭിച്ചിട്ടുണ്ടാകും. അഡ്മിറ്റ് കാർഡ് ഇപ്പം എഞ്ചിനീയറിംഗിന്റെ അഡ്മിറ്റ് കാർഡ് കിട്ടിയവരുണ്ടാകും, അതല്ല ഫാർമസിയും എഞ്ചിനീയറിംഗും എഴുതുന്നവർക്ക് ആ രീതിയിൽ അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടാകും, ഫാർമസി മാത്രം എഴുതുന്നവർക്ക് അങ്ങനെ അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ ഇത് ഞാനൊരു മോഡൽ വെച്ചതാട്ടോ, അല്ലാണ്ട് ഈ ഡേറ്റ് അല്ല എക്സാം പലർക്കും പല ഡേറ്റ് ആയിരിക്കും, പല റിപ്പോർട്ട് നിങ്ങളുടെ എക്സാം ഡേറ്റും അതുപോലെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലെ റിപ്പോർട്ടിംഗ് ടൈമും ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, കൃത്യമായി ആ ഒരു കാര്യം നോക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ പേര്, അഡ്രസ്സ്, അതുപോലെ നിങ്ങൾ ആ എക്സാം ഹാളിന്റെ ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പം ഇതിനകത്ത് ഇപ്പം ഇവിടെ ഒരു സംഭവം ഇതിനകത്ത് വെന്യൂ ഓഫ് എക്സാമിനേഷൻ, അതിന്റെ വെന്യൂ നമ്പർ, അതുപോലെ തന്നെ അതിന്റെ അഡ്രസ്സ് കാര്യങ്ങൾ. അപ്പൊ ഈ അഡ്രസ്സ് നോക്കിയിട്ട് ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ദൂരമുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. റിപ്പോർട്ടിംഗ് ടൈം 12 മുതൽ 1:30 വരെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ അരമണിക്കൂർ മുന്നേ ഗേറ്റ് അവിടെ ക്ലോസ് ആവും. പിന്നെ ഒരാൾക്കും അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ അവസാന സമയത്തേക്ക് നിന്നാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ID പ്രൂഫുമായി ബന്ധപ്പെട്ടോ ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ടോ, ഡ്രസ് കോഡ് അങ്ങനെ സ്പെസിഫിക്കലി ഇതിനകത്ത് പറയുന്നില്ലെങ്കിലും ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മറന്നു വെച്ചാൽ പോലും പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് സമയം അവിടെ കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും എക്സാം സെന്ററിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്, കാൻഡിഡേറ്റ് ഷാൽ ഹാവ് ടു റിപ്പോർട്ട് എക്സാമിനേഷൻ സെന്ററിൽ എപ്പോഴും എന്ത് ചെയ്യുക, 2 മണിക്കൂർ നിങ്ങൾ ആ ഒരു സേഫ്റ്റി നോക്കിയിട്ട് എന്ത് ചെയ്യുക, നേരത്തെ എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അത് നമ്മൾ പറഞ്ഞു, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ആ ടൈമിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് എക്സാം ഹാളിലോട്ട് കടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഫോട്ടോ അവിടെ എടുക്കും, ആഫ്റ്റർ ഫേഷ്യൽ ഇമേജ് നിങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ ആണെന്ന് വെരിഫൈ ചെയ്യും. അങ്ങനെ അതിനുശേഷം നിങ്ങളുടെ സീറ്റ്, നിങ്ങൾക്ക് ഒരു അലോട്ടഡ് സീറ്റ് ഉണ്ടാകും, ആ സീറ്റ് നമ്പർ ഉണ്ടാകും. ആ സീറ്റ് നമ്പറും നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒരു നമ്പറും ഉണ്ടാകും. അതുകൊണ്ട് അലോട്ടഡ് സീറ്റ് നമ്പർ വിൽ ബി ഡിസ്പ്ലേഡ് ഇൻ ദ ലെഫ്റ്റ് ബോട്ടം കോർണർ ഓഫ് ദ ലോഗിൻ സ്ക്രീൻ. നിങ്ങളുടെ ലോഗിൻ സ്ക്രീനിന്റെ ലെഫ്റ്റ് ബോട്ടം കോർണറിൽ, അപ്പൊ ആ ലോഗിൻ സ്ക്രീൻ എവിടെയാണോ അതിന്റെ ലെഫ്റ്റ് ബോട്ടം കോർണറിൽ നിങ്ങളുടെ എന്തുണ്ടാകും, നിങ്ങളുടെ സീറ്റ് നമ്പർ ഉണ്ടാവും. ആ സീറ്റ് നമ്പറും നിങ്ങൾക്ക് അലോട്ട് ചെയ്ത സീറ്റ് നമ്പർ ഒന്നാണ് നിങ്ങൾ വെരിഫൈ ചെയ്യുക. അപ്പം അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്പ്ലേഡ് സീറ്റ് നമ്പറും അലോട്ടഡ് സീറ്റ് നമ്പറും ഒന്നാണ് നിങ്ങൾ നോക്കുക. പിന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് നിങ്ങൾ ഒരു ഒപ്പ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ആ സിഗ്നേച്ചറും നിങ്ങളുടെ അതിനകത്ത് സിഗ്നേച്ചറും ഒന്നാണോ എന്നവർ വെരിഫൈ ചെയ്യും. അപ്പം നിങ്ങളുടെ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യും, മനസ്സിലായില്ല, ഓൺലൈൻ ആപ്ലിക്കേഷനിലെ സിഗ്നേച്ചറും സെയിം ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും വേറൊരു സീറ്റിൽ പോയിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം അതിനകത്ത് നിങ്ങളുടെ കാൻഡിഡേച്ചർ വിൽ ബി ക്യാൻസൽഡ് എന്നുള്ളതാണ്. നിങ്ങൾ അലോട്ട് ചെയ്ത സീറ്റിലാണ് നിങ്ങൾ ഇരിക്കേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ അത് നമ്മൾ കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് അഡ്മിറ്റ് കാർഡിന്റെ ഓരോരുത്തർക്കും ഉള്ള ഒരു മോഡലാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇത് അഡ്മിറ്റ് കാർഡിന്റെ ഒരു മോഡലാണ്. ഇത് നിങ്ങളുടെ എക്സാം ഡേറ്റ് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. നിങ്ങളുടെ എക്സാം ഡേറ്റ് നിങ്ങൾ പ്രത്യേകം നോക്കി വെക്കുക, മാറിപ്പോകരുത്. മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ചാൻസ് മിസ്സായി എന്നുള്ളതാണ്. കാരണം പിന്നെ ടൈമൊന്നും നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്ത് കിട്ടൂല. നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം, നിങ്ങളുടെ എക്സാം ടൈം, നിങ്ങളുടെ ഡേറ്റ് ഒക്കെ നിങ്ങൾ കൃത്യമായി നോക്കി വെക്കുക. അപ്പം ഇതിനകത്ത് പിന്നീടുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് അതിനകത്ത് അഡ്മിറ്റ് കാർഡ് എന്ത് ചെയ്യണം, കളർ പ്രിന്റ് എടുത്തിട്ട് കൊണ്ടുപോകണം. കാരണം നിങ്ങളുടെ ഫോട്ടോയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനകത്ത് കളർ പ്രിന്റ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മറ്റേത് ഫോട്ടോയിലൊക്കെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുമ്പോൾ ക്ലിയർ ആവണമെന്നില്ല. അപ്പം ആ ഇഷ്യൂസ് ഒക്കെ ഒഴിവാക്കാൻ കളർ പ്രിന്റ് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങളൊരു ഫോട്ടോ ID കാർഡ് എടുക്കാം. മിക്കവാറും ഇപ്പം നിങ്ങൾ ഇതിനകത്ത് സ്കൂൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ചിലപ്പം അതിനകത്ത് 18 ആകാത്തത് കൊണ്ട് ഇതിന് ഡ്രൈവിംഗ് ലൈസൻസ് കാര്യങ്ങൾ ഉണ്ടാകണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് വോട്ടർ ID ഉണ്ടാകണമെന്നില്ല. നിങ്ങൾക്ക് ആധാർ കാർഡ് വിത്ത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടാകുമല്ലോ, അപ്പം അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നിങ്ങളുടെ ഫോട്ടോ ഉള്ള ഒരു ID ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇവിടെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും എടുക്കരുത്. പെൻസിൽ, ഇറേസർ, പേപ്പർ, ബുക്ക്, നോട്ട്, ലോക്ക് ടേബിൾ, പെൻസിൽ ബോക്സ്, കറക്ഷൻ ഫ്ലൂയിഡ്, അങ്ങനെ ആ സംഭവം ഇലക്ട്രോണിക് ഡിവൈസുകൾ ഒന്നും എടുക്കരുത്. കാൽക്കുലേറ്റർ, ഡിജിറ്റൽ വാച്ച്, ക്യാമറ,
വാച്ച്, ക്യാമറ. അപ്പം അതിനകത്ത് മൊബൈൽ ഫോണ് അതൊക്കെ പിന്നെ നമുക്ക് അറിയാമല്ലോ, ഒന്നും എടുക്കാൻ പാടില്ല. ബ്ലൂടൂത്ത് ഇയർഫോൺ, അതിനകത്ത് ബാക്കി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു റഫ് വർക്കിന് എന്ത് കിട്ടും? പേപ്പർ ഷീറ്റ് റഫ് വർക്ക് വിൽ ബി പ്രൊവൈഡഡ് ഇൻ ദ എക്സാമിനേഷൻ ഹോൾ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ ഒരു പേപ്പറും കൊണ്ടുപോകാൻ പാടില്ല. നിങ്ങളെ അഡ്മിറ്റ് കാർഡും നിങ്ങളുടെ ID, ഫോട്ടോ IDയും സംഭവം. പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് റഫ് വർക്ക്, ഇപ്പം കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് റഫ് വർക്ക് ചെയ്യാൻ ഒരു പേപ്പർ അവിടെ നിന്ന് കിട്ടും. ആ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റോൾ നമ്പരും റൈറ്റ് നിങ്ങളുടെ റോൾ നമ്പരും നിങ്ങളുടെ എന്ത് ചെയ്യുക അതിന്റെ നെയിം അറ്റ് ദ ടോപ്പ് ഓഫ് ദ പേപ്പർ. അപ്പൊ നിങ്ങളുടെ റോൾ നമ്പറും നിങ്ങളുടെ പേരും നിങ്ങൾ എന്ത് ചെയ്യുക ആ റഫ് വർക്ക് ഷീറ്റിന്റെ ടോപ്പിൽ എഴുതി വെക്കണം. കാരണം എന്ത് നിങ്ങളുടെ സിഗ്നേച്ചറും അതിനകത്ത് ഒപ്പും വെക്കാനുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന റഫ് പേപ്പറിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ റോൾ നമ്പറും നിങ്ങളുടെ ഒപ്പും ഒപ്പം തന്നെ നിങ്ങളുടെ പേരും കാൻഡിഡേറ്റ്സ് മസ്റ്റ് റൈറ്റ് ദെയർ റോൾ നമ്പർ നെയിം അറ്റ് ദ ടോപ്പ് ഓഫ് ദ പേപ്പർ ആൻഡ് പുട്ട് സിഗ്നേച്ചർ. ഈ ഷീറ്റ് എന്ത് ചെയ്യണം? നിങ്ങൾ ഇൻവിജിലേറ്റർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. കാരണം എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളെ കയ്യിൽ വെച്ച് പോരാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നീട് 2026 പ്രോസ്പെക്ടസിലെ അതിനകത്ത് അവർ എല്ലാം അഡ്മിറ്റ് കാർഡ് ആണെങ്കിലും പ്രോസ്പെക്ടസിലാണെങ്കിലും ഒക്കെ നൽകിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിൽ എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് പേനയെക്കുറിച്ച് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ റഫ് ഷീറ്റ് അവിടുന്ന് റഫ് വർക്കിന് വേണ്ടിയിട്ട് ഷീറ്റ് അവിടുന്ന് തരുമല്ലോ, അത് എന്തുകൊണ്ട് റഫ് വർക്ക് ചെയ്യും? സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലിയർ ആയിട്ടുള്ള അത് അവരോട് ചോദിക്കുക, എന്താണ് ഇതിനകത്ത് കൃത്യമായി നിങ്ങൾ ഇതിനകത്ത് പേനയെക്കുറിച്ച്. കാരണം ചില എക്സാമുകൾക്ക് നമ്മൾ പേന കൊണ്ടുപോകാൻ പാടില്ല, അവരവിടുന്ന് തരാറുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും മാറ്റം ഇത്തവണ വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷേ എനിവേ അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? പേന അതിനകത്ത് കയ്യിൽ കരുതുക, അവരോട് കാര്യം ചോദിക്കുക. ദെൻ അവിടുന്ന് പേന തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേന യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഒരു ക്ലിയർ ആയിട്ടുള്ള ബോൾ പോയിന്റ് പേന, ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലൂവോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്, കൊണ്ടുപോകാം എന്നുള്ളതാണ്. അവരുടെ പെർമിഷനോട് കൂടിയിട്ട് അക്കാര്യം അതിനകത്ത് അവരോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം പേന കൊണ്ടുപോയില്ലെങ്കിൽ അവസാനം അവിടുന്ന് പേന കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോയില്ലേ? ഇൻ കേസ് അവിടുന്ന് പേന തരാനാണ് പുതിയ തീരുമാനമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങളുടെ പേന ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് അവരോട് ചോദിച്ച് ഉറപ്പ് വരുത്തുക കാര്യങ്ങളെല്ലാം. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞു. പിന്നീട് ഇതിനകത്ത് നിങ്ങൾ മാൽ പ്രാക്ടീസ് കാര്യങ്ങളിലോട്ടൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇൻവോൾവ്ഡ് ആകാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം അതിനകത്ത് ഇനി അൺഅഫെയർ ആയിട്ടുള്ള അതിനകത്ത് എന്തെങ്കിലും മാൽ പ്രാക്ടീസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് പ്രോസ്പെക്ടസിൽ പറഞ്ഞ അതുപോലെ ഡീൽ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പ്രോസ്പെക്ടസിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയും എന്തായാലും. പിന്നീട് ഇതിനകത്ത് നിങ്ങൾക്കൊരു വിർച്വൽ അതിനകത്ത് ഒരു കീബോർഡും ഉണ്ടാവും, അതുപോലെ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത മൗസും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഇൻ കേസ് ദ കമ്പ്യൂട്ടർ മൗസ് അലോട്ടഡ് അത് എന്തെങ്കിലും മാൽ ഫംഗ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം? അനദർ സിസ്റ്റം നിങ്ങൾക്ക് എന്ത് ചെയ്യും? അലോട്ട് ചെയ്ത് കിട്ടും. ആൻഡ് ദ ടൈം ലോസ്റ്റ് ഡ്യൂ ടു ദിസ് വിൽ ബി അഡ്ജസ്റ്റഡ് ഇൻ ദ സെർവർ സോ ആസ് ടു ഗിവ് ദ കാൻഡിഡേറ്റ് ഫുൾ അലോട്ടഡ് ടൈം. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് പ്രശ്നമൊന്നും വരില്ല. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻ കേസ് കമ്പ്യൂട്ടർ ഓർ മൗസ് അലോട്ടഡ് ടു എനി കാൻഡിഡേറ്റ് മാൽ ഫംഗ്ഷൻസ് എനി ടൈം ഡ്യൂറിംഗ് ദ ടെസ്റ്റ്. അപ്പോൾ ടെസ്റ്റിനിടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഈ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ മൗസിനോ കമ്പ്യൂട്ടറിനോ പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനകത്ത് ഇമ്മീഡിയറ്റ്ലി വിൽ ബി ഇമ്മീഡിയറ്റ്ലി അലോട്ടഡ് അനദർ കമ്പ്യൂട്ടർ സിസ്റ്റം. ഉടനെ തന്നെ നിങ്ങൾ അത് അറിയിക്കുക. നിങ്ങൾക്ക് ആ മറ്റൊരു കമ്പ്യൂട്ടർ സിസ്റ്റം കിട്ടും. നിങ്ങളുടെ ടൈം എന്ത് ചെയ്യില്ല, ലോസ് ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കീബോർഡ് സ്ട്രിക്ട്ലി കീബോർഡ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. വേറെ യൂസ് ഓഫ് കീബോർഡ് ആവശ്യമാണെങ്കിൽ ഒരു വിർച്വൽ കീബോർഡ് നിങ്ങളെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ എന്ത് ചെയ്യും? അപ്പിയർ ചെയ്യും. അല്ലാണ്ട് നിങ്ങൾ അതിനകത്ത് കീബോർഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നോട്ട് അലൗഡ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഇനി ആ സിസ്റ്റം ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ കമ്പ്യൂട്ടറിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ വരികയാണ്, നിങ്ങളുടെ മൗസ് കേടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ പെട്ടെന്ന് കേടായി, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി അസിസ്റ്റൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൈ പൊക്കുക. ഷുഡ് റൈസ് യുവർ ഹാൻഡ് ടു ഡ്രോ ദ അറ്റൻഷൻ ഓഫ് ഇൻവിജിലേറ്റർ. ഇൻവിജിലേറ്റർ അവിടെ ഉണ്ടാകും. അങ്ങയുടെ ആ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി നിങ്ങൾ കൈ പൊക്കി കാണിക്കുക. ഉടനെ നിങ്ങളുടെ എന്ത് ചെയ്യും? അദ്ദേഹം വന്ന് നിങ്ങളുടെ സിസ്റ്റം അതിനകത്ത് റീപ്ലേസ്ഡ് ആയി നിങ്ങൾക്ക് ടൈം മിസ്സാവില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും പിന്നെ തെറ്റായ വിവരങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഷിഫ്റ്റ് അപ്പിയർ ചെയ്യാൻ ശ്രദ്ധിക്കുകയോ, അതായത് നിങ്ങൾക്കുള്ള ഷിഫ്റ്റ് നിങ്ങൾക്കുള്ള ടൈമിലേ നിങ്ങൾ അപ്പിയർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അതിനകത്ത് നിങ്ങൾ തെറ്റായ വിവരങ്ങൾ നൽകുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ആയിരിക്കണം, കൃത്യമായിരിക്കണം കാര്യങ്ങൾ. നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഡേറ്റിൽ എന്ത് ചെയ്യാൻ പാടില്ല, പരീക്ഷ എഴുതാൻ പാടില്ല. നിങ്ങൾക്ക് അലോട്ട് ചെയ്ത ഡേറ്റിലേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എഴുതാൻ പാടുള്ളൂ എന്നുള്ളത്. ഒന്നിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എഞ്ചിനീയറിംഗും ഫാർമസിയും ഉണ്ടെങ്കിൽ അതിന് അതത് ദിവസങ്ങൾ ഉണ്ടാവും. ആ ദിവസങ്ങളിൽ നിങ്ങൾ അപ്പിയർ ചെയ്യുക. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഷിഫ്റ്റ് ലഭിച്ച ഒരാൾ വേറെ ഷിഫ്റ്റിൽ എന്ത് ചെയ്യാൻ പാടില്ല, എഴുതാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് മാൽ പ്രാക്ടീസ് ആയിട്ട് ഡീൽ ചെയ്യപ്പെടും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യും, അവരെടുക്കും, ആക്ഷൻ എടുക്കും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ഒരിക്കലും എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സ് വിൽ ബി പെർമിറ്റഡ് ടു ലീവ് ഓൺലി ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ്. ആ ഹാളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തിറങ്ങണമെങ്കിൽ എക്സാം കഴിയണം.
അപ്പോൾ അതുകൊണ്ട് ഹാളിലോട്ട് പുറത്തിറങ്ങാൻ അതിനകത്ത് എക്സാം കഴിയുന്നതിന് മുമ്പ് പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നീട് ഇനി നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞു, നിങ്ങളുടെ സീറ്റ് എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടിയല്ലോ. നിങ്ങളുടെ സീറ്റ് അവിടെ ലോഗിൻ സ്ക്രീനിന്റെ ലെഫ്റ്റ് ബോട്ടം നമ്മൾ പറഞ്ഞു, സീറ്റ് അവിടെ സീറ്റ് നമ്പർ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സീറ്റ് നമ്പറും നിങ്ങൾക്ക് അലോട്ട് ചെയ്ത സീറ്റ് നമ്പറും ആ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്ന സീറ്റ് നമ്പറും നിങ്ങൾക്ക് അലോട്ട് ചെയ്ത സീറ്റ് നമ്പറും ഒന്നാണോ നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ അവരൊരു ടെക്സ്റ്റ് ബോക്സ് അവർ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഉണ്ടാകും റോൾ നമ്പർ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോൾ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, റോൾ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. കാൻഡിഡേറ്റ് ലോഗിൻ ബാനർ എന്നാണ് ഇതിനെ വിളിക്കുക. ആ ലോഗിൻ സ്ക്രീനിൽ എന്തുണ്ടാവും, കാൻഡിഡേറ്റിന്റെ ഒരു ലോഗിൻ ബാനർ ഉണ്ടാവും. ആ ലോഗിൻ ബാനറിൽ നിങ്ങളുടെ റോൾ നമ്പർ നിങ്ങൾ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വിർച്വൽ കീബോർഡ് യൂസ് ചെയ്തിട്ടാണ്, നിങ്ങൾക്ക് ഒരു വിർച്വൽ കീബോർഡ് സ്ക്രീനിൽ തെളിയുന്ന ഒരു കീബോർഡ് വരും, അത് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ അതിന്റെ റോൾ നമ്പർ അടിക്കേണ്ടത്. അല്ലാണ്ട് സാധാ കീബോർഡ് യൂസ് ചെയ്യാൻ പാടില്ല, സ്ട്രിക്ട്ലി നോട്ട് അലൗഡ് ആണ്. അത് അവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. മൗസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റോൾ നമ്പർ അടിക്കുക. റോൾ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ബട്ടൺ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്ത് നിങ്ങൾ അതിനകത്ത് എന്ത് ചെയ്യും, എൻ്റർ ആവും എന്നുള്ളതാണ്. അങ്ങനെ റോൾ നമ്പർ വാലിഡേഷൻ കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങളുടെ റോൾ നമ്പർ ഓക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്, സീക്രട്ട് കോഡ് കിട്ടും ടു കംപ്ലീറ്റ് ദ ലോഗിൻ പ്രോസസ്. നിങ്ങളുടെ ലോഗിൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല, നിങ്ങളുടെ റോൾ നമ്പർ കൊടുത്തു, നിങ്ങൾ അതിനകത്ത് എന്ത് ചെയ്തു, അത് ഓക്കെ ആണ് നോക്കി അതിനകത്ത് നിങ്ങൾ എൻ്റർ ആയി. പക്ഷേ അവിടെ സീക്രട്ട് കോഡ് നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം. അപ്പൊ നിങ്ങൾ ആ സീക്രട്ട് കോഡ് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓൺലി ആഫ്റ്റർ ദ കാൻഡിഡേറ്റ്സ് വിൽ ഗെറ്റ് സീക്രട്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റോൾ നമ്പർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റോൾ നമ്പർ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് സീക്രട്ട് കോഡ് കിട്ടുക. ആ സീക്രട്ട് കോഡ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അതിനകത്ത് അത് എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ലോഗിൻ ആവും. ആഫ്റ്റർ ലോഗിൻ ദ കമ്പ്യൂട്ടർ ബേസ് ദെൻ നിങ്ങൾക്ക് പിന്നെ അതിനകത്ത് ജനറൽ ഇൻസ്ട്രക്ഷൻ പേജ് എന്നുള്ളൊരു പേജ് വരും. നിങ്ങൾ ലോഗിൻ ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇനി അതിന്റെ ടോപ്പ് റൈറ്റ്, അപ്പൊ നിങ്ങൾ ആദ്യം അതിനകത്ത് എന്താ ചെയ്തത്, നിങ്ങളുടെ സീറ്റ് നമ്പർ നോക്കി, പിന്നെ നിങ്ങൾക്ക് റോൾ നമ്പർ അതിനകത്ത് നിങ്ങൾ ഇതിനകത്ത് ചെയ്തു. റോൾ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വാലിഡേഷൻ, അതിനകത്ത് റോൾ നമ്പറിന്റെ വാലിഡേഷൻ കാര്യങ്ങളാണ് ഇവിടെ ആദ്യം പറഞ്ഞത്. അത് നിങ്ങൾ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പിന്നെ വരുന്നത്, നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളുടെ റോൾ നമ്പർ വാലിഡേറ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു സീക്രട്ട് കോഡ് കിട്ടും. അത് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി, ലോഗിൻ ആയി എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ജനറൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഒരു പേജ് വരും. പിന്നെ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാൻഡിഡേറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ പേര്, റോൾ നമ്പർ, ഫോട്ടോ ഒക്കെ അവിടെ എന്ത് ചെയ്യും, ആ ഒരു പേജിന്റെ ജനറൽ ഇൻസ്ട്രക്ഷൻ പേജിന്റെ തന്നെ റൈറ്റ് ടോപ്പ് കോർണറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളുടെ ആ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുമെന്നുള്ളതാണ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഫോട്ടോ കാര്യങ്ങൾ. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഇനി മോക്ക് ടെസ്റ്റ്, ഇനിയിപ്പോൾ നമ്മൾ ടെസ്റ്റിന്റെ കാര്യങ്ങളിലോട്ട് പോകാറായി ഏകദേശം. അപ്പം ഇനിയും പരീക്ഷ തുടങ്ങിയിട്ടില്ല. പരീക്ഷയ്ക്ക് ഇനിയും എത്ര ഉണ്ട്, 15 മിനിറ്റ് ഉണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ജനറൽ ഇൻസ്ട്രക്ഷൻ പേജിൽ നിങ്ങൾ എന്തൊക്കെ കണ്ടു, നിങ്ങളുടെ പേര്, നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ അതിനകത്തെ ഇനി നിങ്ങൾക്ക് എന്താണ്, എക്സാമുമായി പരിചയപ്പെടുന്ന ഒരു മോക്ക് ടെസ്റ്റിന്റെ ഘട്ടത്തിലോട്ടാണ് നിങ്ങൾ കടക്കുന്നത്. നിങ്ങൾ ലോഗിനായി, നിങ്ങളുടെ റോൾ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ വെരിഫൈ ചെയ്തു, അതിനകത്ത് കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അതിനകത്ത് മോക്ക് ടെസ്റ്റ് ഒരു എന്ത് വരും, അവരുടെ ടൈമർ വരും. ആ ടൈമറിൽ ഇങ്ങനെ ഒരു ടൈം ഉണ്ടാകും. അത് എക്സാമിന്റെ ഫെമിലിയറൈസേഷൻ ടൈം സ്റ്റാർട്ട്സ് 15 മിനിറ്റ്സ് ബിഫോർ ദ ആക്ച്വൽ സ്റ്റാർട്ട് ഓഫ് ദ എക്സാമിനേഷൻ. എക്സാം തുടങ്ങുന്നതിൽ 15 മിനിറ്റ് മുന്നേ തന്നെയാണ് എന്ത്, മോക്ക് ടെസ്റ്റിന്റെ ആ ഒരു സമയം വരുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സ്ക്രീനിൽ ഒരു ടൈമർ ഉണ്ടാവും. ആ ടൈമറിൽ ഇങ്ങനെ ടൈം ഇങ്ങനെ കാണിച്ചിട്ട് 0 ആകുമ്പോൾ മോക്ക് ടെസ്റ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ, അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി മോക്ക് ടെസ്റ്റിന്റെ സമയത്ത് നിങ്ങൾ കൃത്യമായി ഇതാകണ്ടില്ലേ, കൗണ്ട് ഡൗൺ ടൈമർ വിൽ ബി വിസിബിൾ ഓൺ ദ ടോപ്പ് റൈറ്റ് കോർണർ ഇൻഡിക്കേറ്റിംഗ് ടൈം ലെഫ്റ്റ് ടു സ്റ്റാർട്ട് ദ മോക്ക് ടെസ്റ്റ്. അപ്പൊ മോക്ക് ടെസ്റ്റ്, അപ്പൊ നിങ്ങൾ ലോഗിൻ ആയി കഴിഞ്ഞ് നിങ്ങളുടെ റോൾ നമ്പർ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ചെയ്യും, ഒരു ടൈമർ വരും. ആ ടൈമർ 0 ആകുമ്പോൾ മോക്ക് ടെസ്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ അത് 15 മിനിറ്റ് എക്സാം തുടങ്ങുന്നതിന്റെ ആ ഒരു 15 മിനിറ്റ് മുന്നെയാണ് ഈ ഒരു ഫെമിലിയറൈസേഷൻ ടൈം തുടങ്ങുന്നത്. ഇനി അതിനകത്ത് നിങ്ങളെ മോക്ക് ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ മോക്ക് ടെസ്റ്റ് എന്നുള്ള പേജിലേക്ക് നിങ്ങൾ എത്തി. നിങ്ങളുടെ ടൈമർ 0 ആയപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റിലോട്ട് എത്തി. ഇനി മോക്ക് ടെസ്റ്റ് പേജിലും എന്തുണ്ട്, അവിടെയും ഒരു ടൈമർ ഉണ്ടാകും. അവിടുത്തെ ടൈമർ 0 ആകുമ്പോൾ നിങ്ങൾ നേരെ ഡയറക്റ്റ്ലി പിന്നെ എന്താണ്, നിങ്ങളുടെ ഡയറക്റ്റ് ആക്ച്വൽ എക്സാമിനേഷൻ പേജിലോട്ടാണ് പിന്നെ നിങ്ങൾ എത്തുക. അപ്പൊ നിങ്ങൾ മോക്ക് ടെസ്റ്റിന്റെ സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കമ്പ്യൂട്ടർ എന്തെങ്കിലും സ്ലോ കാര്യങ്ങളുണ്ടോ, മൗസ് വർക്ക് ചെയ്യുന്നുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ കൈ പൊക്കി കാണിച്ച് ഇൻവിജിലേറ്റർ അതിനകത്ത് വന്ന് അവരുമായി സംസാരിച്ച് നിങ്ങളുടെ സിസ്റ്റം അതിനകത്ത് മാറ്റി കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ കൃത്യമായി ചെക്ക് ചെയ്യുവാൻ ഉപയോഗപ്പെടും എന്നുള്ളതാണ്. മാത്രമല്ല എങ്ങനെയാണ് നിങ്ങൾ ഓപ്ഷൻ മാർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിനകത്ത് മോക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്ച്വൽ എക്സാമിനേഷൻ ആണ്. ഓക്കെ, അപ്പം ഇത്തരത്തിൽ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകളോട് ഷെയർ ചെയ്യുക. ഒപ്പം ലൈക്ക്, കമൻറ്റ് കാര്യങ്ങൾ, സബ്സ്ക്രിപ്ഷൻ ഒന്നും മറക്കരുത്.
അപ്പോൾ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞു, ഇനി നിങ്ങൾ എക്സാം തുടങ്ങി. അപ്പോൾ ഇനി നിങ്ങൾ സീരിയസ് ആവുക. കാൻഡിഡേറ്റ്സ് വിൽ ബി ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റഡ് ടു ദ എക്സാമിനേഷൻ സ്ക്രീൻ where the candidates can attend the actual test. സോ അങ്ങനെ നിങ്ങളുടെ മോക്ക് ടെസ്റ്റിൽ ആ ഒരു ടൈമർ 0 ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നേരെ റീഡയറക്റ്റ് ആവുന്നത് നിങ്ങളുടെ ആക്ച്വൽ എക്സാമിനേഷൻ പേജിലോട്ടാണ്. അവിടെ നിങ്ങൾക്ക് എന്തുണ്ട്, അവിടെ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ പാനൽ അവിടെ കാണാൻ സാധിക്കും. അതായത് അവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എത്ര ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ ആൻസർ, ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഇനി എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്തത് എത്ര ആയി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര ആൻസർ ചെയ്യാത്തതുണ്ട്. അങ്ങനെ ആ ഒരു ഇൻഫർമേഷൻ പാനൽ അവിടെ എപ്പോഴും ഉണ്ടാകും. ദെൻ അതുപോലെ തന്നെ ഇനി എത്ര ടൈം നിങ്ങൾക്ക് ബാക്കിയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടോപ്പ് ഓഫ് ദ സ്ക്രീനിൽ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി അതിനുശേഷം ബിലോ ദ ഇൻഫർമേഷൻ പാനൽ, ആ ഇൻഫർമേഷൻ പാനലിന്റെ താഴെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബ്ലോക്ക് ഇങ്ങനെ വരും, മനസ്സിലായില്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാകും. 1 by 1 അതിനകത്ത് ക്വസ്റ്റ്യൻ ഓപ്ഷന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്വസ്റ്റ്യന്റെ കൂടെ തന്നെ ഓപ്ഷനും ഉണ്ടാകും. ദെൻ നിങ്ങളുടെ ഓപ്ഷൻ ആൻസർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മൗസ് യൂസ് ചെയ്തിട്ട് ആ ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് അതിനകത്ത് അപ്പം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പാനലിൽ, ഇൻഫർമേഷൻ പാനലിൽ നിങ്ങൾക്ക് അതിനകത്ത് കാണിക്കും നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്തത് എന്നുള്ളത്. ദെൻ നിങ്ങൾ അടുത്തതിലോട്ട് പോകുമ്പം അതിനകത്ത് അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ആക്ച്വൽ എക്സാമിനേഷൻ 2 ഓക്കെ. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഇൻ ദ ടോപ്പ് റൈറ്റ് കോർണർ ഓഫ് ദ ക്വസ്റ്റ്യൻ ബ്ലോക്ക്, ആ ക്വസ്റ്റ്യൻ ബ്ലോക്കിന്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ എന്തുണ്ടാകും, നിങ്ങൾക്ക് ഫോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, ഇപ്പം വായിക്കാനൊക്കെ അതിനകത്ത് എളുപ്പത്തിൽ ഫോണ്ട്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഫോണ്ട് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ റീസൈസ് ബട്ടൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലാക്കി വെക്കുക. ദെൻ ക്വസ്റ്റ്യൻ പാലറ്റ് ഈസ് പ്രൊവൈഡഡ് നെക്സ്റ്റ് ടു ദ ക്വസ്റ്റ്യൻ ബ്ലോക്ക്. ക്വസ്റ്റ്യൻ ബ്ലോക്ക്, ക്വസ്റ്റ്യനുകൾ നമ്മൾ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യനുകൾ 1 by 1 വരുന്ന ഒരു സംഭവം ഉണ്ട്. ആദ്യം ഒരു ഇൻഫർമേഷൻ പാനലുണ്ട്, ക്വസ്റ്റ്യൻ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പാലറ്റ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഉണ്ടാകും. അതായത് നിങ്ങൾക്കിപ്പം അതിനകത്ത് ഏത് സബ്ജക്റ്റ് ആണോ, ഏത് ക്വസ്റ്റ്യൻ ആണോ, പെട്ടെന്ന് ഇപ്പം ഇപ്പം ഒരു 5ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു, ഇനി നിങ്ങൾക്ക് നേരെ 10ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിപ്പം അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് പോകാൻ സാധിക്കും. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, സേവ് ചെയ്തിരിക്കണം എന്നുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളിപ്പം കാൻഡിഡേറ്റ് ക്യാൻ നാവിഗേറ്റ് ടു എനി സബ്ജക്ട് ഓർ എനി ക്വസ്റ്റ്യൻ ബൈ ക്ലിക്കിംഗ് ദ ക്വസ്റ്റ്യൻ നമ്പർ ഷോൺ ഇൻ ദ ക്വസ്റ്റ്യൻ പാലറ്റ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പാലറ്റിൽ ഉള്ള ക്വസ്റ്റ്യൻ നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലെ ഏത് ക്വസ്റ്റ്യൻ ആണോ ചെയ്യേണ്ടതെങ്കിൽ അത് ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിൽ തന്നെ ആ ഒരു പാലറ്റിൽ നിങ്ങൾക്ക് ഇനിയിപ്പം ഓൾ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് അവിടെ കാണും. അതുപോലെ തന്നെ അത് നിങ്ങളിപ്പം എല്ലാ ക്വസ്റ്റ്യൻ നമ്പേഴ്സും അതിനകത്ത് ഏതൊക്കെ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ നിങ്ങൾ ഇപ്പം ആൻസർ ചെയ്തിട്ടില്ല, ആൻസേർഡ് ക്വസ്റ്റ്യൻസ് എത്ര ഉണ്ട്, അൺആൻസേർഡ് ഏതൊക്കെയാണ്, മാർക്ക്ഡ് ഫോർ റിവ്യൂ ഏതൊക്കെയാണ്, ആൻസേർഡ് ആൻഡ് മാർക്ക്ഡ് ഫോർ റിവ്യൂ. അപ്പൊ പല കാറ്റഗറി ഉണ്ട്. നിങ്ങൾ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടാകും, ആൻസർ ചെയ്യാത്തത് ഏതാണ്, ഇനി ആൻസർ ചെയ്തത് തന്നെ നിങ്ങൾ ഒന്നുകൂടി റിവ്യൂവിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും, ഉറപ്പില്ലാത്തത് അങ്ങനെ ഉണ്ടാവും, ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടാകും. അതെല്ലാം നിങ്ങൾ ആൻസർ ചെയ്യാണ്ട് പിന്നീട് നോക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും. അൺആൻസേർഡ് മാർക്ക്ഡ് ഫോർ റിവ്യൂ ഉണ്ടാകും, ആൻസേർഡ് ആൻഡ് മാർക്ക്ഡ് ഫോർ റിവ്യൂ ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് അതിനകത്ത് അതൊക്കെ ആ ഒരു പാലറ്റിൽ കാണാൻ പറ്റും. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം ഏതാണ് ഇനി നോക്കേണ്ടത് എന്നൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യാം, അവിടെ പോയി ക്ലിക്ക് ചെയ്താലും അതിനകത്ത് കാണാൻ സാധിക്കും. അത് മാത്രമല്ല ആ ഒരു ക്വസ്റ്റ്യൻ പാലറ്റിൽ ഗ്രീൻ കളർ ആയിട്ടായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഗ്രീൻ കളറിലാണ് കാണുക, ആൻസർ ചെയ്യാത്തത് വൈറ്റ് കളറിലാണ് കാണുക. മാർക്ക്ഡ് ഫോർ റിവ്യൂ ആണെങ്കിൽ ഓറഞ്ച് ആണ്. അതായത് നിങ്ങൾ ആൻസർ ചെയ്യാണ്ട് പിന്നീട് നോക്കാൻ വേണ്ടി വെച്ചതാണെങ്കിൽ ഓറഞ്ച് ആണ്. ആൻസേർഡ് ആൻഡ് മാർക്ക്ഡ് ഫോർ റിവ്യൂ, അപ്പൊ നിങ്ങളിപ്പം ആൻസർ ചെയ്യാണ്ട് അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ആൻസർ ഇപ്പം കിട്ടുന്നില്ല, അപ്പൊ പിന്നീട് നോക്കാമെന്ന് വെച്ചാൽ റിവ്യൂന് ഇട്ട് കഴിഞ്ഞാൽ അത് ഓറഞ്ചിലാണ് കാണുക. ഇനി നിങ്ങൾ ആൻസർ ചെയ്തു പക്ഷെ അത് നിങ്ങൾക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ റിവ്യൂനിടാം. ആ റിവ്യൂനിട്ടതാണെങ്കിൽ നിങ്ങൾ പർപ്പിൾ കളറിലാണ് എന്ത് ചെയ്യുക, കാണുക. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ അതിനകത്ത് കളറുകളിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആൻസേർഡ് ക്വസ്റ്റ്യൻസ് ഗ്രീൻ കളറിലും ആയിരിക്കും. ദെൻ നിങ്ങൾക്ക് ഇനിയിപ്പം അതിനകത്ത് അടുത്തതിലോട്ടാണ് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇഫ് കാൻഡിഡേറ്റ് സെലക്ട്സ് എൻ ആൻസർ ഓപ്ഷൻ, നിങ്ങൾ സെലക്ട് ചെയ്തു, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, നിങ്ങൾക്ക് ആൻസർ കിട്ടി, നിങ്ങൾ സെലക്ട് ചെയ്തു ഉടനെ തന്നെ ആൻഡ് ദെൻ സെലക്ട്സ് അനദർ ക്വസ്റ്റ്യൻ നമ്പർ ഫ്രം ദ ക്വസ്റ്റ്യൻ പാലറ്റ്. ഇനി എന്നിട്ട് നിങ്ങൾ ആ ഒരു പാലറ്റിൽ നിന്ന് വേറൊരു നമ്പറിലോട്ട് നിങ്ങൾ മാറുകയാണെങ്കിൽ, മനസ്സിലായില്ലേ, ദെൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു വാർണിംഗ് മെസ്സേജ് തരും. കാരണം നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു വാർണിംഗ് മെസ്സേജ് തരുമെന്നാണ് അവർ പറയുന്നത്. ടു സെലക്ട് എനി ആക്ഷൻസ് ഇൻ ദ നാവിഗേഷൻ പാനൽ, അപ്പോൾ അവിടെ ഒരു നാവിഗേഷൻ പാനൽ വരും. അപ്പം അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളത്. നാവിഗേഷൻ പാനൽ ഈസ് പ്രൊവൈഡഡ് ജസ്റ്റ് ബിലോ ദ ക്വസ്റ്റ്യൻ ബ്ലോക്ക് ടു ക്യാപ്ചർ ദ കാൻഡിഡേറ്റ് റെസ്പോൺസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ആ ഒരു നാവിഗേഷൻ പാനലിൽ നിങ്ങൾക്ക് സേവ് നെക്സ്റ്റ് എന്നാണെങ്കിൽ
നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യനെ വായിച്ചു, അതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു. അപ്പോൾ സേവ് നെക്സ്റ്റ് എന്നുള്ളത് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻ എന്താവും, സേവ് ആകും. എന്നിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അതല്ലെങ്കിൽ സേവ് പ്രീവിയസ് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഓപ്ഷൻ അതിനകത്ത് സേവ് ആകും. നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യന് വേണമെങ്കിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. അങ്ങനെയാണ് അതിനകത്ത് കാര്യങ്ങൾ. പിന്നീട് ക്ലിയർ റെസ്പോൺസ്. നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തു മാർക്ക് ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് അതിനകത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മറ്റൊരു ഓപ്ഷൻ ആണെങ്കിൽ അത് ക്ലിയർ റെസ്പോൺസ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ഓപ്ഷൻ അവിടെ എന്താവും, ആ ഒരു ക്ലിയർ ആയി കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് അടുത്ത ഓപ്ഷൻ എന്ത് ചെയ്യാം, വേണമെങ്കിൽ മാർക്ക് ചെയ്യാം നിങ്ങളുടെ, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പം അതിനകത്ത് ക്ലിയർ റെസ്പോൺസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. മാർക്ക് അൺമാർക്ക് ഫോർ റിവ്യൂ. നിങ്ങൾ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ അൺമാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, അൺമാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് അതിനകത്ത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തു, ഇനി നിങ്ങൾക്കത് വേണ്ട, ഇപ്പം അത് ടിക്ക് ചെയ്യണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് അൺമാർക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട്. മനസ്സിലായില്ലേ? മാർക്ക് ബട്ടൺ ക്ലിക്ക് വിൽ മാർക്ക് ദ ക്വസ്റ്റ്യൻ ഫോർ റിവ്യൂ ഓർ അൺമാർക്ക് ദ മാർക്ക്ഡ് ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ? ഓൾറെഡി മാർക്ക് ചെയ്തത് അൺമാർക്ക് ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവ്യൂ ചെയ്യാം. ബട്ടൺ ക്ലിക്ക് വിൽ മാർക്ക് ദ ക്വസ്റ്റ്യൻ ഫോർ റിവ്യൂ. മനസ്സിലായില്ലേ? അപ്പം നിങ്ങളിപ്പം മാർക്ക് ചെയ്ത ക്വസ്റ്റ്യനെ റിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതിനകത്തുണ്ട്. കാൻഡിഡേറ്റ്സ് ക്യാൻ മാർക്ക് എ ക്വസ്റ്റ്യൻ ഫോർ റിവ്യൂ എയ്തർ ആസ് ആൻസേർഡ് ഓർ അൺആൻസേർഡ്. അപ്പം അങ്ങനെയും ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തു, നിങ്ങൾക്ക് മാർക്ക് ചെയ്യേണ്ട, റിവ്യൂനിട്ടാൽ പിന്നീട് നോക്കിയിട്ട് മതി എന്നുണ്ടെങ്കിൽ റിവ്യൂനിടാം, അൺമാർക്ക് ചെയ്തിട്ട് റിവ്യൂനിടാം. അതാണ് മുമ്പ് പറഞ്ഞത്. ഇനി അങ്ങനെയല്ല, റിവ്യൂന് മാർക്ക് ചെയ്തിട്ട് റിവ്യൂനിടാം. മാർക്ക് ചെയ്തു, നിങ്ങൾക്ക് ഏകദേശം ഉറപ്പ് തന്നെയാണ്, ഇനി ഒന്നിച്ചുകൂടി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കഡ് ഫോർ റിവ്യൂ ഇടാം. അപ്പം അങ്ങനെയും ഓപ്ഷൻ ഉണ്ട്. ഇതർ ആൻസേർഡ് അൺആൻസേർഡ് ഒക്കെ മാർക്കഡ് ഫോർ റിവ്യൂ ചെയ്യാമെന്നാണ് പറയുന്നത്. ദെൻ അങ്ങനെ ഇനി നിങ്ങളിപ്പോൾ ഒരു ആൻസർ സെലക്ട് ചെയ്തു, അത് നിങ്ങൾ ആൻസർ ടിക്ക് ചെയ്തു, അത് നിങ്ങൾ മാർക്കഡ് ഫോർ റിവ്യൂ വെച്ചു. ഇനിയിപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി നോക്കാം, പക്ഷേ നിങ്ങൾക്ക് അതിനകത്ത് റിവ്യൂ നിങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ടൈമർ ഇപ്പം എന്തായി, നിങ്ങളുടെ എക്സാം പെട്ടെന്ന് അങ്ങോട്ട് നിങ്ങൾ സമയം കിട്ടിയില്ല, ടൈമർ 0 ആയി, നിങ്ങളുടെ എക്സാം കഴിഞ്ഞല്ലോ. അപ്പം നിങ്ങൾ പക്ഷേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്തിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്, പക്ഷേ മാർക്കഡ് ഫോർ റിവ്യൂ ആണെങ്കിലും അതെന്ത് ചെയ്യും, ഫൈനൽ ഇവാലുവേഷന് കൺസിഡർ ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായില്ലേ? എന്താ ടൈമർ ഹിറ്റ് 0, നിങ്ങൾ നേരെ അങ്ങനെ ഈ സംഭവങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, അതിനകത്ത് ക്വസ്റ്റ്യന് അവിടെ കാണും, അതിൽ ഓപ്ഷൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഓപ്ഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് നെക്സ്റ്റ് ബട്ടൺ ഉണ്ട്, സേവ് പ്രീവിയസ് ബട്ടൺ ഉണ്ട്, ക്ലിയർ റെസ്പോൺസ് ഉണ്ട്, മാർക്ക് ഓർ അൺമാർക്ക് ഉണ്ട്, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പാലറ്റ് ഉണ്ട്, അതിനകത്ത് ഏത് സബ്ജക്റ്റിൽ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ സാധിക്കും. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. പിന്നെ ടൈമർ അങ്ങനെ ഫൈനലി നിങ്ങളുടെ ടൈമർ 0 ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, എക്സാം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു പേജ് അങ്ങോട്ട് വരും. നേരെ നിങ്ങൾ ആ പേജിലോട്ടാണ് പോവുക. നിങ്ങൾക്ക് അവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് കാണാൻ സാധിക്കും. നിങ്ങൾ അതിനകത്ത് ടോട്ടൽ ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ആൻസേർഡ് ക്വസ്റ്റ്യൻസ്, അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് എത്ര ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, കാണാൻ സാധിക്കും എന്നുള്ളതാണ് ആ ഒരു സംഭവം. അപ്പം നിങ്ങളുടെ എക്സാം ഇപ്പോൾ എന്തായി, എക്സാം അതിനകത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഇതിനകത്ത് ആഫ്റ്റർ സീയിങ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് പേജ്, ഇനി നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പേജ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം ഹാൾ ലീവ് ചെയ്യാം. എക്സാം എന്ത് ചെയ്യണ്ട, ഇനി സബ്മിറ്റ് ചെയ്യാവുന്നൊരു സംഭവം അതിനകത്തില്ല. ഓൾറെഡി നിങ്ങൾ അതിനകത്ത് ടൈമർ 0 ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം എന്തായി, നിങ്ങൾ അതിനകത്ത് റെഡി ആയി എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് എക്സാം ഹാൾ ലീവ് ചെയ്യാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആ റഫ് ഷീറ്റ് കാര്യങ്ങളൊക്കെ അവിടെ അവർ പറയുന്നത് പോലെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദർ ഇസ് നോ നീഡ് ടു എൻഡ് ഓർ സബ്മിറ്റ് എക്സാമിനേഷൻ എന്നുള്ളൊരു സംഭവം അവിടെ ഇല്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ മാൽ പ്രാക്ടീസ് കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എടുക്കാൻ പാടില്ലാത്ത വസ്തുക്കളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. മാൽ പ്രാക്ടീസ് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. പെൻസിൽ, ഇറേസർ, പേപ്പർ, ബുക്ക് കാര്യങ്ങളൊന്നും നോട്ട് ചെയ്യില്ല, അത് നമ്മൾ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്കെയിലി കാര്യങ്ങളൊന്നും കൊണ്ടുപോകണ്ട. ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സ് ഒന്നും, ക്യാമറ കാര്യങ്ങളൊന്നും കൊണ്ടുപോകണ്ട. ദെൻ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഒന്നും എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് അതിനകത്ത് അതൊക്കെ നമ്മൾ പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഒന്നും അതിനകത്ത് മൊബൈൽ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ആൾമാറാട്ട കാര്യങ്ങൾ മറ്റൊരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയോ ഒന്നും എക്സാം എഴുതാൻ പാടില്ല. അതാണ് ഇംപേഴ്സണേഷൻ എന്ന് പറയുന്നത്. പിന്നെ എക്സാമിന്റെ റൂളുകളൊന്നും നിങ്ങൾ ലംഘിക്കാൻ പാടില്ല. അപ്പം അതിനകത്ത് മാൽ പ്രാക്ടീസ് കാര്യങ്ങളൊന്നും ഒരു രീതിയിലും നിങ്ങൾ ഇടപഴകാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല. മറ്റു സ്റ്റുഡൻസുമായിട്ട് കോണ്ടാക്ട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനകത്ത് അതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ റഫ് വർക്കിന് കിട്ടിയ ഷീറ്റ് എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ അവിടെ ഭീഷണിപ്പെടുത്താൻ ആരെയും അതിനകത്ത് അത്തരം കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ളതൊക്കെയാണ് പിന്നീട് പറയുന്നത്. പിന്നെ
മറ്റ് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. മാനിപ്പുലേഷൻ, അതിനകത്ത് നിങ്ങൾ അഡ്മിറ്റ് കാർഡിലൊന്നും മാറ്റങ്ങൾ വരുത്താനോ അത്തരം കാര്യങ്ങൾ മാനിപ്പുലേഷൻ ഒന്നും പാടില്ല. പിന്നെ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി അങ്ങോട്ട് ആരും അവർ പറയാണ്ട് നിങ്ങൾ അതിക്രമിച്ച് കയറാൻ കാര്യങ്ങളൊന്നും പാടില്ല. അതൊക്കെയാണ് ഇതിനകത്ത്. അതുപോലെ അതൊക്കെയാണ് പറയുന്നത്. പാരൻസ് ഇത്തരം കാര്യങ്ങളിലൊക്കെ പാരൻസും അതിനകത്ത് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ സൂപ്രണ്ടിന്റെ ഒക്കെ നിർദ്ദേശങ്ങൾ കാര്യങ്ങളാണ്. പിന്നെ മാൾ പ്രാക്ടീസുമായി ബന്ധപ്പെട്ടുള്ള പണിഷ്മെന്റ് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇത് പറയുന്നത്. പിന്നെ ആൾമാറാട്ടം അതിനകത്ത് നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിനകത്ത് ശിക്ഷ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് അപ്പോൾ നിങ്ങളുടെ എക്സാമിനേഷൻ ഹാള് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ അപ്പൊ നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റിന്റെ സമയത്ത് അവർ കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ തരും എന്തൊക്കെയാണ്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇത് ഞാൻ റഫായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി എക്സാം ഹാളിൽ കൃത്യമായി എത്തിക്കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് എന്ത് ചെയ്യണം, പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഞാൻ പ്രോസ്പെക്ടസ് ബേസ് ചെയ്തിട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് അവിടെ എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിപ്പം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താകും, ഒരു ഐഡിയ കിട്ടും. അപ്പൊ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കോൺഫിഡന്റ് ആയിട്ട് ശ്രദ്ധിക്കാനും ഒക്കെ പറ്റും. നിങ്ങൾക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. പക്ഷേ ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ നിന്ന് അവർ കൃത്യമായ ഇൻസ്ട്രക്ഷൻ ഓരോ കാര്യങ്ങളും ഇതുപോലെ അവർ നിങ്ങൾ പറഞ്ഞു തരും. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അതുകൂടി അപ്പം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നന്നായിട്ട് എഴുതാൻ സാധിക്കും. സോ പിന്നീട് നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻ ടു കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് കാർഡിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നാണ് ഞാനിവിടെ വായിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊരു വാലിഡ് ID അഡ്മിറ്റ് കാർഡ് എന്ത് ചെയ്യണം, ഒരു ഒറിജിനൽ ID പ്രൂഫിന്റെ കൂടെ അഡ്മിറ്റ് കാർഡ് കൂടി വേണം. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് നിങ്ങളുടെ ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ ID ആയിട്ട് വെക്കാം എന്നുള്ളത്. പിന്നെ ഫോട്ടോ ഉള്ള ആധാർ കാർഡ്, പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഷെഡ്യൂൾ ടൈമിന് അതിനകത്ത് അവിടെ എത്തണം എന്നുള്ളതാണ്. പിന്നെ ഹാഫ് ആൻ അവർ ബിഫോർ ദ എക്സാമിനേഷൻ, പരീക്ഷ തുടങ്ങുന്നതിന്റെ 1/2 മണിക്കൂർ മുന്നേ എന്ത് ചെയ്യും, റിപ്പോർട്ടിംഗ് പോയിന്റ് ക്ലോസ് ആവും. അപ്പൊ അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കടക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ കാൻഡിഡേറ്റ്സ് ഷുഡ് പ്രൊഡ്യൂസ് ദ അഡ്മിറ്റ് കാർഡ് ഫ്രം ദ വെബ്സൈറ്റ്. കണ്ടില്ലേ, വെബ്സൈറ്റിൽ നിന്ന് എടുത്ത അഡ്മിറ്റ് കാർഡ് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിന്റ് ചെയ്തെടുത്ത് കാണിക്കണം. അപ്പൊ കളർ പ്രിന്റ് എടുക്കുക. കാൻഡിഡേറ്റ്സ് വിൽ ബി അലോക്കേറ്റഡ് ഇൻ ദ സീറ്റ്. ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾ സീറ്റിലോട്ട് എത്തിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞതാണ്. നിങ്ങൾ ഒരു രീതിയിലും അതിനകത്ത് എന്ത് ചെയ്യരുത്, മാൽ പ്രാക്ടീസ് അതിനകത്ത് എക്സാം ഹാളിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു രീതിയിലുള്ള കോൺവെർസേഷന് കാര്യങ്ങൾ, മറ്റാരുമായിട്ടും കോൺവെർസേഷന് കാര്യങ്ങളൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതായത് ആര് മാൽ പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ ഒരു കാര്യവും നടക്കാൻ പാടില്ല എന്നാണ് അവർ ഉദ്ദേശിച്ചത്. പിന്നെ ഇലക്ട്രോണിക് ഡിവൈസ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീറ്റ് പേപ്പർ കിട്ടുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ദെൻ നിങ്ങളെ അതിനകത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ സിഗ്നേച്ചർ അറ്റൻഡൻസ് ഷീറ്റിൽ ഇൻ ദ എക്സാമിനേഷൻ ഹോൾ കാൻഡിഡേറ്റ് മസ്റ്റ് പുട്ട് സിഗ്നേച്ചർ ഇൻ ദ അറ്റൻഡൻസ് ഷീറ്റ് പ്രൊവൈഡഡ് ബൈ ദ ഇൻവിജിലേറ്റർ. നിങ്ങൾക്ക് ഇൻവിജിലേറ്റർ അറ്റൻഡൻസ് ഷീറ്റ് എടുക്കാൻ വരും. അപ്പോൾ നിങ്ങൾ അറ്റൻഡൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം, സൈൻ ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഒരു അറ്റൻഡൻസ് ഷീറ്റ് ഉണ്ടാകും, അപ്പോൾ അതിൽ സൈൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ടാകും, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഒരിക്കലും പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എക്സാമിനേഷൻ ഹാളിൽ കയറി കഴിഞ്ഞാൽ വിൽ നോട്ട് ബി പെർമിറ്റഡ് ടു ലീവ്. എക്സാം തീരുന്നത് വരെ അവിടെ ഇരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഓക്കെ, ഗൈഡ് ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഗാർഡിംഗ് ദ കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ ഇഷ്യൂഡ് ബൈ സി ടൈം ടു ടൈം നിങ്ങൾ ഫോളോ ചെയ്യണം. ഓരോ ഗൈഡ് ലൈൻസും നിങ്ങൾ വരുമ്പോൾ സൈറ്റിൽ വരുമ്പോഴേക്കും അതിനകത്ത് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? സിയുടെ ഗൈഡ് ലൈൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ ഫോളോ ചെയ്യണമെന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഫോട്ടോയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ഫോട്ടോ, അതിനകത്ത് എപ്പോഴും ഇവർ പറഞ്ഞിരിക്കുന്നത് ഫോട്ടോ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാനോ അങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ പക്ഷേ അതിനകത്ത് കരുതുക, നിങ്ങളുടെ ബാഗിൽ നിങ്ങൾ വെക്കുക. എന്നിട്ട് ആവശ്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എക്സാം ടൈമിലോട്ട് എന്താ പറയുക, എക്സാം അവസാന സമയം വരെ കാത്തു നിൽക്കരുത്. നിങ്ങളിപ്പം റിപ്പോർട്ടിംഗ് ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനും ഇപ്പം നിങ്ങളുടെ ഫോട്ടോ ID പ്രൂഫ് ഫോട്ടോ വേണമെന്ന് ഇവിടെയും അതിനകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ കൊടുത്ത ഫോട്ടോ ഉണ്ടാവുമല്ലോ, അതിൻ്റെ 2 കോപ്പി നിങ്ങളുടെ കയ്യിൽ വെക്കുക. അപ്പം എന്നിട്ട് അവരോട് ചോദിക്കുക ഫോട്ടോ ആവശ്യമാണോ. ആവശ്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് മുന്നോട്ട് ഇതിനകത്ത് എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ബാഗിൽ ഇരുന്നോട്ടെ. അപ്പം ഫോട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് പോകുമ്പോൾ കയ്യിൽ വെക്കുക. ഇനി ആവശ്യമാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് തിടുക്കത്തിൽ അവസാന സമയത്ത് വെയിറ്റ് ചെയ്ത് അവസാനം ആളിലോട്ട് എത്തരുത്. അപ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിനകത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് നേരത്തെ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് 2 മണിക്കൂർ നേരത്തെ എത്തുക എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ കുറച്ച് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഒരു പോയിന്റ് ഉണ്ടല്ലോ റിപ്പോർട്ടിംഗ് ടൈമിൽ. ഇപ്പോൾ 1:30ക്കാണ് നിങ്ങളുടെ ലാസ്റ്റ് റിപ്പോർട്ടിംഗ് ടൈമിൽ, നിങ്ങൾ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ നേരത്തെ അതിനകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള സമയം കിട്ടും.
ഇനി ഡ്രസ് കോഡ് ആണെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് പ്രോസ്പെക്ടസിലൊന്നും പറയുന്നില്ലെങ്കിലും ഇപ്പോൾ നീറ്റ് ജെ എക്സാം നീറ്റിന്റെ ഒക്കെ എക്സാമിന് അറിയാമല്ലോ അതിന്റെ ഒരു ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ലൈറ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ്, ലൈറ്റ് കളേർഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ്, അതിനകത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഡ്രസ്സ് ധരിക്കുക. ഹാഫ് സ്ലീവ് ആണ് നല്ലത്. ഷർട്ടോ അല്ലെങ്കിൽ ടീഷർട്ടോ ഒക്കെ വലിയ രീതിയിൽ ഡിസൈന് പ്രിന്റ് കാര്യങ്ങളില്ലാത്തത് എംബ്രോയിഡറി കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒഴിവാക്കുക. അപ്പൊ ഡിസൈന് വലിയ ലാർജ് ബട്ടൺസ് കാര്യങ്ങൾ, പിന്നെ മെറ്റൽസ് കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ അതിനകത്ത് പ്രിന്റ് ഡിസൈൻ ഒക്കെ ഉള്ള ഒഴിവാക്കുക. സിമ്പിൾ ആയിട്ടുള്ള പാന്റ് കാര്യങ്ങൾ, പിന്നെ ഹെവി ആയിട്ടുള്ള അത് വേണ്ട. സിമ്പിൾ ഡ്രസ്സ്. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ പാന്റ് ഒക്കെ ധരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ അതിനകത്ത് ബെൽറ്റുകൾ വേണ്ട, കാരണം മെറ്റാലിക് പാർട്ടുകളൊക്കെ ബെൽറ്റിൽ വരുമല്ലോ. അപ്പോൾ അതിനകത്ത് ഫ്രിസ്കിങ് കാര്യങ്ങൾ, നിങ്ങൾ മെറ്റൽ ഡിറ്റക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ചെക്കിങ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മെറ്റൽ ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജ്വല്ലറീസ് കാര്യങ്ങൾ ഒന്നും ആഭരണങ്ങളൊന്നും ധരിക്കാതിരിക്കുക. അതുപോലെ തന്നെ പാൻറ് ഡ്രസ്സൊക്കെ ആണെങ്കിൽ അതിനകത്ത് മെറ്റാലിക് ഭാഗങ്ങളൊന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഒരുപാട് പോക്കറ്റ് ഒന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ധരിക്കുക എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ പോക്കറ്റ്സ് കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെരുപ്പ്, ഷൂ, അതിനകത്ത് ബൂട്ടോ ഷൂസോ ഒന്നും വേണ്ട. സിമ്പിൾ ആയിട്ടുള്ള കാല് കാണാവുന്ന രീതിയിലുള്ള, കാലിന്റെ മുകൾ ഭാഗം കാണാവുന്ന രീതിയിലുള്ള ഒരു സാധാ ഒരു ചെരുപ്പ്, സാൻഡൽ നിങ്ങൾക്കത് കൊണ്ടുപോകാം എന്നുള്ളതാണ്. പിന്നെ സാധാ ടോപ്പ്, സ്ത്രീകളാണെങ്കിൽ സാധാ ടോപ്പ് കാര്യങ്ങൾ, സിമ്പിൾ ഡ്രസ്സ്, ജ്വല്ലറീസ് ഒന്നും വേണ്ട എന്നുള്ളതാണ്. പിന്നെ നെക്ലേസ്, ആഭരണങ്ങളൊക്കെ മെറ്റൽ പാർട്ടാണല്ലോ. അപ്പം ഫ്രിസ്കിങ്ങിൽ അത് നിങ്ങൾ ചെക്കിങ്ങിൽ ചിലപ്പോൾ എന്താകാം ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഒരു കാര്യം. പിന്നെ നിങ്ങളുടെ അതൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞതൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ പിന്നെ ഇതിനകത്ത് നീറ്റിന്റെ കേസിലൊക്കെ ആണെങ്കിൽ വാട്ടർ ബോട്ടിൽ ട്രാൻസ്പാരന്റ് കൊണ്ടുപോകാം എന്നൊക്കെ അവർ പറയുന്നുണ്ടല്ലോ. പക്ഷെ കീമിന്റെ കാര്യത്തിൽ അങ്ങനെ പ്രോസ്പെക്ടസിൽ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും പറയാത്തത് കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ട്രാൻസ്പാരന്റ് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ, വാട്ടർ ബോട്ടിൽ ഇപ്പോൾ നീറ്റിന്റെ കേസിലാണെങ്കിൽ പറയാം ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള, അതിനകത്ത് ഒട്ടിപ്പ് കാര്യങ്ങളൊന്നും പാടില്ല, ലേബലൊക്കെ കീറി കളഞ്ഞിട്ടുള്ള ഒരു ക്ലിയർ വാട്ടർ ബോട്ടിലാണെന്നുള്ളത്. ഇനിയിപ്പം കീമിന്റെ കേസിൽ അത് അലോഡ് ആണോ എന്നുള്ളത് അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇപ്പം വാട്ടർ എടുക്കണമെന്നാണെങ്കിൽ അത് അവരോട് വെരിഫൈ ചെയ്ത് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. കാരണം പ്രോസ്പെക്ടസിൽ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ അത് അവരോട് ചോദിച്ചിട്ട് വേണം അക്കാര്യങ്ങൾ നോക്കാൻ. പിന്നെ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ നീറ്റിന്റെ കേസിൽ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രോസ്പെക്ടസിൽ നീറ്റിന്റെ കേസിൽ പറയുന്നുണ്ട്. പക്ഷേ കീമിന്റെ കേസിൽ അത് നിങ്ങൾ അവരുമായിട്ട് വെരിഫൈ ചെയ്ത അക്കാര്യങ്ങളും ഒക്കെ, അത്തരം നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ നിങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള ഡ്രസ് കോഡ് ഉള്ളവരാണെങ്കിൽ അതും നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് അക്കാര്യങ്ങളും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പം ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എക്സാം ഹാളിൽ നേരത്തെ എത്തണം എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞത്. അപ്പം ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഒരു ഫിയർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റുമെന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക്, കമൻറ്റ്, ഷെയർ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുകളോട്ടൊക്കെ ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.